കായലിനരികെ കൊച്ചി കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ കായലിനരികെ കായലിനരികെ കൊടികൾ പറത്തി. എടി പെണ്ണെ, നിന്റെ ഈ പാത്രത്തിൽ പാലാണോ കൂടുതൽ വെള്ളമാണോ കൂടുതൽ? പാലും അല്ല വെള്ളമല്ല. ചേട്ടന്റെ പണി നോക്കി. അവിടെ ചമ്മലുണ്ടല്ലേ? ശരി ശരി ശരി, ഞാൻ പോവാ. തടിക്ക് വളവുണ്ട്, ആശാരിക്ക് കുഴപ്പമുണ്ട്. അതുപോലെ ഈ ബ്ലൗസും. ഇത് പിടി, നീ പോയി പഠിക്കുവണ്ണേ. തിരികെ വരുമ്പോ ഒന്ന് വാങ്ങിച്ചോണ്ട് വന്നെ കേട്ടാ. വീക്കോട്ട് ഇറങ്ങുന്ന വലിയ ട്യൂബും വേറെ അല്ല ചെറിയ ട്യൂബും പിന്നെ കുങ്കുമപ്പൂന്നറുള്ളണ്ടല്ല അതുകൂടി മേടിച്ചേരട്ടാ. എന്റെ പാക്ക നമ്മക്ക് ഇതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി ലാലിയാണ്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല. ഓ മറക്കല്ലേ കേട്ടാ. ഇല്ല ഇല്ല ഇല്ല. വാ മകളുവാ. ഹായ് ചിന്നുകുട്ടി. ഹായ് ചേച്ചി. പോവാറേ. ഓക്കേ ശരി. അപ്പ ഇന്നെങ്കിലും മേടിച്ചോണ്ട് വരാം. തീർച്ചയായും വാങ്ങിച്ചോണ്ട് വരാം. നീ ഒന്ന് പോയിരുന്ന് പഠിക്കേ. പോ. ചിന്നുകുട്ടി. ഹായ് ചേച്ചി. ഹായ്. എവിടെയായിരുന്നു? ബാംഗ്ലൂർ. ചേച്ചി ഞാൻ വരാവേ. ഓക്കേടാ. അപ്പൊ ഇന്നത്തെ പഠിപ്പ് മോശമായി. പോ. ചേച്ചി കഴിഞ്ഞില്ലേ? ദാ തീർന്നു. ഞാൻ ആരാണെന്നും എൻ്റെ തൊഴിലെന്താണെന്നും മനസ്സിലായില്ലേ? തീർന്നിട്ടില്ല. ഇതാണ് എൻ്റെ പേര് കേട്ട തറവാട്. ഇവിടെ ഞാൻ തനിച്ചല്ല. ദാ ഈ ഇരിക്കുന്ന 3 പേരെയും കണ്ടില്ലേ? ഇവരാണ് എൻ്റെ ലോക്കൽ ഗാർഡിയൻസ്. ഇത് തമ്മനം മേരി. നല്ല ഭാഷ അധികം വശമില്ലാത്തോണ്ട് ആരോടും സംസാരിക്കില്ല. ഇത് കോട്ടയം ശാന്ത. നളിനി ജമീലയെ പോലെ പുസ്തകം എഴുതണം എന്നാണ് ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാം, അക്ഷരങ്ങൾ അറിയില്ല. ഇതാണ് പാലാരിവട്ടം പത്മാവതി. ഞാനുമായി എന്നും പൊരിഞ്ഞ യുദ്ധത്തിലാ. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരമ്മയെ ഞാൻ അനുഭവിക്കാറുണ്ട്. സാധുക്കളാ 3 പേരും. ഇവരാണ് എന്നെ തെരുവിൽ നിന്ന് എടുത്തതും വളർത്തി വലുതാക്കിയതും ഒക്കെ. കാണാം. എല്ലാം പറഞ്ഞ പോലെ. എന്താണ് മച്ചു രാവിലെ കുളിയുന്നതിനെയൊക്കെ? മരുന്നെടുക്കാൻ പോണില്ലേ? ഒന്നും പറയണ്ടെന്ന്. ആ വീഡിയോ കണ്ടവരോടൊക്കെ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പനും നീനൊക്കെ രാവിലെ പോയിട്ടുണ്ട്. മച്ചു പോണല്ലേ? വേറെ പണിയില്ലേ? വെടി വെച്ചവനും കേസില്ല, വെടിക്കുറ്റിക്കും കേസില്ല. വെടി വെച്ച കേട്ട് നിന്ന നമ്മ പാവം പുവർ പീപ്പിൾസിനാണ് കേസ്. ഒന്ന് പോടപ്പാ.
എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, ആ പല്ലും കൂടി തേച്ചിട്ട് പോ. പിന്നെ എൻ്റെ കല്യാണത്തിന് വെച്ചില്ല. ആ ഉവ്വ. അല്ല ഇതാര് എളാപ്പയോ? നിങ്ങളെ ഇവിടുന്ന് ഞാൻ പറഞ്ഞുവിടാം. ഇതെന്താ ഇങ്ങനൊരു തീരുമാനം? നിങ്ങളുടെ നെയ്പത്തിരിയും അരിപ്പത്തിരിയും കോഴിക്കറിയും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഒക്കെ കഴിച്ച് എന്റെ ചെക്കൻ ഇങ്ങനെ ഇവിടെ കഴിയൂ. അവന് പെണ്ണ് കെട്ടണമെന്നൊരു പൂതി ഉണ്ടാവണില്ല. ഓന് പൂതി ഇല്ലാണ്ടല്ല, പൂതി ഉണ്ട്. ആലോചന വരുന്ന ഓരോ പെൺകുട്ടികളുടെ ഓരോ അഹമ്മതി. ഒരു കാര്യം ഉറപ്പാ, വീട്ടുകാര് പറഞ്ഞ അനുസരിക്കണ ഒറ്റ പെൺകുട്ടികളും നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടായി. ആ ഉണ്ട് ഉണ്ട് കായിക്ക, നിറയെ പെൺകുട്ടികളുണ്ട്. ഇത് പിടി, വാ. എല്ലാം ഞാൻ കേട്ടു. ഇളയപ്പ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയൊരു പെണ്ണ് കാണാൻ ഞാനില്ല. ഇളയപ്പ പറഞ്ഞിട്ട് മാത്രം കണ്ടത് ഏകദേശം ഒരു 100 പെൺകുട്ടികളെയാ. കായിക്ക അറിയാലോ? അതെ. അമേറെ, നിന്റെ ഭാഗത്തും കുഴപ്പമുണ്ട്. ചാവക്കാടുകാരി പെൺകുട്ടിയല്ല എന്നോട് പറഞ്ഞു. അവള് പറഞ്ഞത് നീ അനുസരിക്കാതിരുന്നോണ്ടാണ് ആ കല്യാണം നടക്കാതിരുന്നത്. ശരിയാ, അവള് പറഞ്ഞു ഞാൻ 6 പാക്ക് ആക്കാൻ. അമേറെ, ഒരവസരം കൂടി നീ എളാപ്പയ്ക്ക്. ഇത് എളാപ്പയുടെ അവസാനത്തെ അറ്റംപ്റ്റാ. മാത്രമല്ല, നിന്റെ തടിക്കും തണ്ടിനും പറ്റിയ ഫാമിലിയുമായിട്ടാ ഈ പ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത്. ഈ പാവ എളാപ്പ നീ കൈയൊഴിയരുത് പ്ലീസ്. ഇത് പെണ്ണിന്റെ ഉപ്പ അഹമ്മദ് കുട്ടിയാജി. പ്രായം 45 ഉള്ളുവെങ്കിലും തൂക്കം 146 കിലോ വരും. അസ്സലാമലൈക്കും. ഇത് പെണ്ണിന്റെ ഉമ്മ. തൂക്കം പറയേണ്ടതില്ലല്ലോ. വാലൈക്കും അസ്സലാം. സുഖല്ലേ? സുഖം തന്നെ. ഇരിക്കി. സമ്മതിച്ചളയപ്പ. എന്റെ പേര് അമീർ. ഇളയപ്പ എല്ലാം പറഞ്ഞു കാണുമല്ലോ. ഒന്നും പറയണ്ട. ഈ തടി കൊണ്ടുള്ള നേട്ടവും കോട്ടവും നന്നായി അറിയാവുന്നവരാ നമ്മളെല്ലാവരും. പിന്നെ പൂക്കുട്ടി ഹാജിയുടെ അനന്തരവൻ എന്നതിലുപരി അമീറിന് 150 കിലോ വെയിറ്റ് ഉണ്ടെന്നുള്ളതിൽ അഭിമാനിക്കുന്നവരാ നമ്മളെല്ലാവരും. മോളെ സുൽത്താന, മോളെ കണ്ട് വിഷമിക്കണ്ട. ഇവളെ നിക്കാഹ് ചെയ്യുമ്പോ മോളെക്കാട്ടി സ്ലിം ആയിരുന്നു ഇവള്. ഓള് ജനിച്ചോടുകൂടി ഒക്കെ ശരിയായി. അപ്പോ ഇനി അവര് സംസാരിക്കട്ടെ. നമുക്ക് പുറത്തേക്ക് പോകാം. ആയിക്കോട്ടെ. സൂറ, എന്നെ ഇഷ്ടായോ? നിങ്ങൾക്കോ? താനൊരു സുൽത്താനല്ലേ? എനിക്കിഷ്ടായി. അമീർ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് അതിൽ എന്താ കാണിച്ചത്? 5 പേര് കൂടുതൽ കയറിയ മിഷീൻ ചീത്തയാവുന്നോ? താൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്.
അന്നിടത്തെ കാണിച്ച് കോയിൻ മാത്രം ഇട്ടാ പോരാ, ആളും കൂടി കയറണമെന്നാ?